ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടം തന്ന ആൾക്കാർ കുറയ്ക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി ചെന്ന് ചോദിച്ച് ഇത് കുറയ്ക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചു എന്നുള്ള വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളെ പോലെ ഉള്ള സാധാരണക്കാർ ഇത് എങ്ങനെയാണ് നമുക്കൊരു ഗുണമായി മാറുന്നത് എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 3 തവണയായിട്ട് അടുപ്പിച്ച് പലിശ നിരക്ക് കുറച്ചിട്ട് 1% പലിശ ഇപ്പം നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ലോൺ എടുത്ത ഒരാളെ സംബന്ധിച്ചും നമ്മളുടെ പലിശ നമുക്ക് കുറഞ്ഞു കിട്ടണം ഇപ്പോൾ. അതായത് ഹൗസിംഗ് ലോണോ വെഹിക്കിൾ ലോണോ പേഴ്സണൽ ലോണോ അത് എന്തായാലും ശരി, നിങ്ങളുടെ പലിശ ബാധ്യത കുറയണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടം തന്ന ആൾക്കാർ കുറയ്ക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി ചെന്ന് ചോദിച്ച് ഇത് കുറയ്ക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു ഗുണമെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പോസിറ്റീവാണ്. കാരണം കമ്പനികൾക്കും അവരുടെ പലിശ ചെലവ് കുറയല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വരുമാനം കൂടുന്നു, കമ്പനി പ്രോഫിറ്റ്സ് കൂടുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് ഷെയർ പ്രൈസ് കൂടാനുള്ള ഒരു കാരണമായിരിക്കും. രണ്ടാമത് എന്താന്ന് വെച്ചാൽ നമുക്ക് സാധാരണ പലിശ നിരക്കുകൾ കുറയുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഡെപ്പോസിറ്റ്സ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നിന്ന് മാറിയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ലിക്വിഡിറ്റി കൂടും എന്നുള്ളതും ഒരു ഫീച്ചറാണ്. അതുകൊണ്ട് മറക്കണ്ട, നിങ്ങളുടെ ലോണിന്റെ പലിശ നിരക്ക് കുറഞ്ഞോ എന്നുള്ളത് പ്രത്യേകം ഒന്ന് നോക്കിക്കോളൂ കേട്ടോ.